ഇന്ത്യയിൽ അസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചായത്തോട്ടമുള്ളത് ഏകദേശം 35ഓളം ടീ ഫാക്ടറിയുള്ള താലൂക്ക് ഈ തൊട്ടടുത്തുള്ള പന്തല്ലൂർ താലൂക്കാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നല്ല ചായപ്പൊടിയൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ കടകളിലൊക്കെ കിട്ടും. കോഫിപ്പൊടി വയനാടൻ കോഫിയാണെങ്കിൽ കിട്ടും. വയനാടൻ കോഫി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കടകളുണ്ട്, കിട്ടും. അത് ചിലപ്പോൾ പ്യൂർ ആയിരിക്കും, ആയിക്കൂടായില്ല. മായമില്ലാത്ത ശുദ്ധമായ വയനാടിൻ്റെ കോഫി കിട്ടണമെങ്കിൽ നിങ്ങൾ മില്ലിൽ പോയാൽ മതി. 100% കോഫി അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതൊന്നും പ്രശ്നം. 100% കോഫി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അതിൽ തന്നെ തരും. ഒരു 10% ചിക്കറി, ഞങ്ങളൊക്കെ അങ്ങനെ 10% ചിക്കറി യാത്ര യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ ഒരു കുത്തുക. പിന്നെ അതിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ചുക്കുപൊടി അങ്ങനെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ചേർക്കും. എന്നാലേ നമുക്കൊരു ഞാൻ രാവിലെ കുടിച്ചു, നല്ല സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലുണ്ട് കുടിക്കാൻ. ഓക്കെ, ഇതാണ് ബട്ടർ ഫ്രൂട്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മരം കാണുന്നതും ഇതുപോലെ മരത്തുനിന്ന് പറിക്കുന്നതും. എന്തായാലും ഒരുപാട് ഭാഗ്യം നമുക്ക് ഇങ്ങനെ. ഇതിലൊരു ഭാഗ്യം വേറെ സംഭവം എന്താ അറിയോ, ഈ ഇവിടെ കിൻഡൽ കണക്കിന് സാധനം ഇവിടെ പറിച്ചിട്ട് ഇപ്പൊ സീസൺ കഴിഞ്ഞു, പക്ഷെ നിങ്ങളെ കാത്തു നിന്നൊരു കായാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആള്, അതുവരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ വരാൻ വേണ്ടി. നിങ്ങളെ ഒരു ഭാഗ്യമാണ് ഇവിടുത്തെ അവസാനത്തെ ഈ സീസണിലെ അവസാനത്തെ കായ പറിക്കാനുള്ള യോഗം ഉണ്ടാവും. ഉണ്ടാവും ഒരു 4 കായൊക്കെ 1 കിലോ കണ്ടീഷൻ വരും. ഇതിന്റെ വില എന്താണെന്നറിയോ, ഞങ്ങള് വേനൽക്കാലത്ത് കൊടുക്കുകയാണെങ്കിൽ 175 രൂപ മുതൽ 225 രൂപ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 300, 350 രൂപ, 400 രൂപ വേനൽക്കാലത്ത് കൊടുക്കണം. മഴക്കാലത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഏകദേശം റേറ്റ് എത്ര പറയാൻ പറ്റുമോ? 15 രൂപ, 18 രൂപ. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നവർക്ക് വേനൽക്കാലം മഴക്കാലം ഒന്നും ഒരേ റേഞ്ചാണ്. 250 രൂപ, 400 രൂപ വരെ. നല്ലൊരു മഴയാണ്. കൽപ്പറ്റ എവിടെ മീൻകറി നല്ലുണ്ട് കേട്ടാ, നല്ല സൂപ്പർ. എന്നാലും എല്ലാ കറിയും നല്ലതാണ് കേട്ടാ, നല്ല. എല്ലാ ഭാഷയും വേഷം ഒക്കെ ഒന്നിച്ച് പോകുന്ന